കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്ത് തലകുത്തി നിന്നിട്ടായാലും ഇന്ന് തന്നെ ജാനകിയെ കൊട്ടാരം വീട്ടിൽ നിന്ന് പുറത്താക്കണം. ഹായ് മാഡം. എന്താ മാഡം വിളിച്ചു പറഞ്ഞായിരുന്നു? എന്റെ അനിയത്തി വിടാൻ പോവാണോ? എന്തു മലമറിച്ചിട്ട് അവളെ വിടണ്ടേ? പറയടി, നീ എന്താ മലമറിച്ചെന്ന് പറ. പഴയ കിളവി വേഷം ഇട്ടോണ്ട് ജാനകി അവിടുത്തെ ആരുമല്ലെന്ന് പറയാനല്ലേ നിന്നെ വിട്ടത്? പറയാതെ അവിടുന്ന് മുങ്ങിയത് എന്തിനു വേണ്ടിയാ? പെട്ടെന്ന് മാളവിക ബോധം വിട്ടുപോയില്ലേ മാഡം? അപ്പൊ എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ട് എങ്ങ് പോന്നെ. അവള് ക്ഷീണം കൊണ്ട് ബോധം കെട്ടൂന്ന് കരുതി നിന്നെ ഏൽപ്പിച്ച എന്തിനാ നീ മാറ്റിവെച്ച? നീയും ജാനകിയും കൂടെ ചേർന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലേ? മാളവിക പെട്ടെന്ന് ബോധം കെട്ട് വീണത് നിങ്ങൾ കാരണമാണോന്ന് സംശയമുണ്ട്. മാഡം പറഞ്ഞു, മാഡം എന്തു വേണമെങ്കിലും പറഞ്ഞു. പെട്രോളിന് വില കൂടിയത് ഞാൻ കാരണമാ, വേനൽ മഴയ്ക്ക് ആലിപ്പഴം പെയ്തത് ഞാൻ കാരണമാ, എല്ലാം ഞാൻ കാരണമെന്ന് പറ. അതെ, എല്ലാം ചെയ്തത് ഞാൻ തന്നെയാ. മാഡം പറഞ്ഞു. പിന്നെ അല്ലാണ്ട് എന്തെന്നാ മാഡം? ഞാൻ ജാനകിയോടൊപ്പം ചേർന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ മാളവിക ബോധം കെട്ട് വീണതും വൈദേഹിയാണ് കൊട്ടാരം വീട്ടിലെ മരുമോളെന്ന് അവിടെ എല്ലാവരോടും പറയില്ലായിരുന്നു. നീ അത് അവിടെ പറയുന്ന നിമിഷം നിന്റെ അനിയത്തിയുടെ ജീവൻ പോയാനെ. ആണല്ലോ, പിന്നെ എന്തിനാ മാഡം ടെൻഷൻ അടിക്കുന്നത്? ഇനി എപ്പോഴാ ചെന്ന് പറയേണ്ടെന്ന് പറഞ്ഞാ മതി. ഞാൻ ചെന്ന് തത്ത പറയും പോലെ എല്ലാം പറഞ്ഞോളാം. ഓക്കെ മാഡം, ബൈ. ഏയ്, എവിടേക്കാടി? നിന്നെ എനിക്കൊരു തരി വിശ്വാസമില്ല. ഇനി നിന്നെ പുറത്തു വിട്ടാ എന്തു കോപ്രായം കാണിക്കാനും നീ മടിക്കില്ല. ജാനകി അവിടുന്ന് പുറത്തു പോകുന്നത് വരെ നീ ഇവിടെ തന്നെ നിന്നാ മതി. ഇവളെ കൊണ്ടുപോയി അകത്തടച്ചിട്. നിക്കനിയ, ഞാനിങ്ങോട്ട് ഓടിപ്പോന്നില്ലല്ലോ. അകത്തേക്കല്ലേ വരണ്ടേ? ഞാൻ തന്നെ വന്നോളാം. പക്ഷെ ഒരു കാര്യം മാഡം ഓർമ്മയിൽ സൂക്ഷിച്ചു. എന്നെ ഇവിടെ അടച്ചിട്ടാലും ജാനകി കൊട്ടാരം വീട്ടിലെ അനന്തരവളല്ലെന്നും പറഞ്ഞ് പുറത്താക്കിയാലും അവൾ ആ വീട്ടിലെ മരുമോളാകുന്നത് ആർക്കും തടയാൻ പറ്റില്ല. നീ എന്താ മാഗി ഈ പറയുന്നത്? അവൾ അവിടുത്തെ അനന്തരവള് പോലും അല്ലെങ്കിൽ പിന്നെങ്ങനെയാ മരുമോളാവുക? വൈദേഹി അവിടുത്തെ അനന്തരവളല്ലേ? വൈദേഹി അനന്തരവളാണെങ്കിൽ ഇവൾ എന്തിനു മരുമോളാകണം? വൈദേഹിയല്ലേ അവിടുത്തെ മരുമോള്. അതൊക്കെ അങ്ങനെയാ മാഡം. കൂടുതൽ പറഞ്ഞാല് ടെൻഷൻ കാരണം മാഡത്തിന് വട്ടുപിടിച്ചാലോ? ഏയ്, നീ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. എന്താന്ന് പറ. മാഡം, ഇവരിങ്ങനെ മയക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞേ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ നോക്കുക. ഇവരെ വിശ്വസിക്കരുത് മാഡം. അല്ലടാ, എന്തോ കാര്യമുണ്ട്. ഇവൾ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. ഇനി എന്തായാലും കൊള്ളാം, ഇവളുടെ മേലൊരു കണ്ണുണ്ടാവണം. ഒരു കാരണവശാലും അവള് ചാടിപ്പോകരുത്. ഓക്കെ മാഡം. ചേട്ടനനിയന്മാരാകുമ്പോ ഒരാളൊരു ആപത്തിലകപ്പെടുമ്പോ മറ്റേ ആള് കൈ കൊടുത്ത് സഹായിക്കണം. അതിനു പകരം ഒരുമിച്ചൊരു സംരംഭം നടത്തിയിട്ട് ലാഭം കിട്ടുമ്പോൾ വിഹിതം വാങ്ങുകയും നഷ്ടം വരുമ്പോൾ കൈമലർത്തുകയും ചെയ്യുന്നത് ശരിയല്ല. ഉണ്ടായ നഷ്ടങ്ങളെല്ലാം സമാനമായി വഹിച്ചു വേണം മുന്നോട്ട് പോകാൻ. ഇതാണ് എന്റെ തീരുമാനം. സാർ എന്തായി പറയണേ? അതൊന്നും ശരിയാവില്ല. ഈ വീട്ടിലുള്ള രണ്ടുപേരിലേ നിങ്ങളുടെ അനന്തരവൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ പിന്നല്ലേ ഞങ്ങളുടെ കാര്യം. ഏയ്, എന്താ നിങ്ങളുടെ നാക്ക് നീളുന്നേ? മോനദേവാ, ഞാൻ പറഞ്ഞല്ലോ എന്താ തെറ്റ്? ഞാൻ പറഞ്ഞ കാര്യമല്ലേ? ആ നിൽക്കുന്ന രണ്ടുപേരില് നിങ്ങളുടെ മുറപ്പെണ്ണ ആരാണെന്ന് പറയേ. എന്നാ പിന്നെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ അനുസരിക്കാം. അത് കഴിഞ്ഞിട്ട് മതി നാട്ടുകാരെ നന്നാക്കാൻ വരല്. ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ കോടതിയിൽ പോയി തീർത്തോളാം. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ സാർ.
അച്ഛാ 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 മോനെ ദാസ, എന്താ എന്താ മോനെ? അച്ഛ എന്താ പറ്റിയ അച്ഛ? അപ്പൊ കൊട്ടാരം വീട്ടിലെ രാജാവ് വിധി പറയൽ നിർത്തിയെന്നർത്ഥം. ഊർമിളേ, അവര് പറഞ്ഞതൊന്നും ദാസേട്ടൻ കാര്യമാക്കണ്ട. അനുകൂലമായൊരു മറുപടി കിട്ടാഞ്ഞപ്പോ വായ തോന്നിയത് പറഞ്ഞതായിരിക്കും. കാരണം എന്തോ ആയിക്കൊള്ളട്ടെ, അയാള് പറഞ്ഞിട്ട് പോയതും സത്യം തന്നെയല്ലേ കൗസല്യേ? നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ എന്റെ അനന്തരവളല്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്കിനി ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. രണ്ടാമതെത്തിയ ആളെങ്കിലും ശരിക്കുള്ള അനന്തരവളാണോ, അതോ അവളും വ്യാജവേഷം കെട്ടി വന്നതാണോ? മറ്റേത് കാര്യത്തിൽ ചതിക്കപ്പെട്ടാലും ഞാനത് സഹിച്ചെന്നിരിക്കും. പക്ഷെ ബന്ധം പറഞ്ഞ് ചതിച്ച ഞാനത് പൊറുക്കില്ല. എന്നോട് സത്യം പറയണം, നിങ്ങളിൽ ആരാണ് എന്റെ ശാന്തമ്മയുടെ വയറ്റിൽ ജനിച്ചത്? ഞാൻ തന്നെയാ അമ്മാവാ. ഈ ജാനകി തന്നെയാ വ്യാജം. എത്ര തെളിവ് വേണേലും ഞാൻ കാണിക്കാം. നീ കൊണ്ടുവരുന്ന തെളിവുകൾ സത്യമാണെങ്കിൽ ഉറപ്പായും നീ ഇവിടുന്ന് പുറത്താവും. നീ കല്യാണമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമല്ലേ? മതി, നിർത്തുന്നുണ്ടോ? ശാന്തമ്മയോടുള്ള എന്റെ സ്നേഹം ബലഹീനതയായി കരുതി എന്റെ സഹനശക്തിയെ നിങ്ങൾ പരീക്ഷിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ ആരാ അഭിനയിച്ചെന്ന് തെളിയുമല്ലോ. അന്ന് അതിന്റെ ഭവിഷ്യത്ത് കഠിനകരമായിരിക്കും. നമസ്കാരമുണ്ട് ദശരഥ രാമവർമ്മേ. തിരുമേനി നമസ്കാരം. അങ്ങെന്താ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? ഞാനാ വിളിപ്പിച്ചത് ദാസ. നിന്റെ ഷഷ്ടിപൂർത്തിയെക്കുറിച്ച് സംസാരിക്കാനാ. ഷഷ്ടിപൂർത്തിയോ? അതൊക്കെ ചെയ്യേണ്ടത് ആരാണെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ. കല്യാണം കഴിഞ്ഞ നാട് തൊട്ട് 60 വയസ്സാവുമ്പം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ജീവിതത്തിൽ സന്തോഷവും സമാധാനമൊക്കെ നിറയെ ഉണ്ടാവണം. അത്തരം നല്ല ഓർമ്മകളുടെ ആഘോഷമാണ് ഷഷ്ടിപൂർത്തി എന്ന് പറയുന്നത്. പക്ഷേ എന്റെ ജീവിതം അങ്ങനെയല്ലല്ലോ. എന്റെ ഉടപ്പിറന്നവളെ എന്നോ എനിക്ക് നഷ്ടപ്പെട്ടു. മൂത്ത മകൻ വർഷങ്ങളായി ചക്രക്കസേരയിൽ. ഇളയ മരുമകൾ എവിടെയാണെന്ന് പോലും അറിയില്ല. അനന്തരവളുടെ പേരും പറഞ്ഞ് ഇവിടെയാണെങ്കിൽ കളിയാട്ടോ. ഇത്രയും പ്രശ്നങ്ങൾക്കും കുഴപ്പങ്ങൾക്കുമിടയിൽ ഇത്തരം ആഘോഷങ്ങളിൽ ആർക്കാണ് സന്തോഷിക്കാൻ പറ്റുക? വേണ്ട തിരുമേനി, നിങ്ങൾ പോയിക്കോളൂ. നിങ്ങൾ അവിടെ നിൽക്കി തിരുമേനി. നീ എന്താ ദാസായി പറയുന്നേ? പ്രശ്നങ്ങൾ അതിന്റെ വഴിക്കുണ്ടാവും എന്ന് പറഞ്ഞുള്ള സന്തോഷം കളയണോ? ഇത് നിന്റെ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാ സന്തോഷമല്ലേ? വേണ്ട അമ്മേ, ഈ കാര്യവും പറഞ്ഞ അമ്മ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അച്ഛാ, സത്യം ഏതാണെന്നും മിഥ്യ ഏതാണെന്നും അനന്തരാവകാശി ആരെന്നും ആർക്കാണ് യോഗ്യതയെന്നും കാലം ഉറപ്പായിട്ടും തെളിയിക്കും അച്ഛാ. പക്ഷെ നല്ലത് ചിലതൊക്കെ നടക്കണമെങ്കിൽ ഇത്തരം ശുഭകാര്യങ്ങളൊന്നും തടസ്സപ്പെടാൻ പാടില്ല. അച്ഛൻ പറയുന്നത് കേക്ക്. നമുക്കിതൊരു ആഘോഷമാക്കണം.
ആർക്കറിയാം, ഈ ആഘോഷം സമ്പന്നമാവുമ്പോ അച്ഛന്റെ ജീവിതത്തിലെ കുഴപ്പങ്ങൾക്കെല്ലാം ചിലപ്പോ പരിഹാരം കിട്ടുകയാണെങ്കിലോ? ഒരു നല്ലതിലൂടെ മറ്റൊരു നല്ലതിന് കടന്നു വരാനാവും. അതുകൊണ്ട് അച്ഛൻ ഇതിന് സമ്മതിക്കണം. സമ്മതിക്കച്ച. അച്ഛന്റെ ദേവനല്ലേ പറയുന്നേ. അച്ഛന്റെ ഈ ഷഷ്ടിപൂർത്തി കഴിയുമ്പോഴേക്കും അച്ഛന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവും. സമ്മതിക്കടാ ദാസ. അച്ഛ സമ്മതിക്കച്ച. സമ്മതിക്കച്ചാ. രണ്ടുപേരും ഭയങ്കര കോൺഫിഡന്റ് ആണല്ലോ. മാഗി വന്ന് സത്യം പറഞ്ഞ ജാനകിയുടെ അധ്യായം അവിടെ പൂട്ടും. അപ്പൊ കോൺഫിഡന്റ് ആവേണ്ടത് ഞാനല്ലേ? മോനെ അനിയ, പൊന്നനിയ, എന്റെ മോനെ ഫോണൊന്ന് ഇങ്ങോട്ട് തരുവോ? ഒരു ഫോൺ ചെയ്തിട്ട് തിരിച്ചു തന്നേക്കാം. ഒരിക്കൽ ഫോൺ ചെയ്തതിന് ഞാൻ നന്നായിട്ട് അനുഭവിച്ചതാ. നിങ്ങൾക്ക് എന്തോ ഭാഗ്യമുള്ളോണ്ടാ കാലും കൈയും കെട്ടി ചങ്ങലക്കിടാതെ വിട്ടത് മാഡം. ആദിബുദ്ധി കാണിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലേ ഇരുട്ടറെ കൊണ്ട് ചങ്ങലക്കിടും മാഡം. സൂക്ഷിച്ചാ കൊള്ളാം. ഡാഷ് മോൻ, നീ കഴിക്കും. ഇനി എത്ര നാളെന്ന് വെച്ചാ ചേച്ചി ഇവിടെ? ഈ പൊട്ടൻ കണാറിനെ വടിയാക്കി രക്ഷപ്പെടുന്നത് വലിയ കാര്യമൊന്നുമല്ല മോളെ. പക്ഷേ വൈദേഹിയുടെ കാര്യം ഓർത്തിട്ടാ. അതിനിപ്പോ നമ്മൾ ഇവിടെ നിന്നല്ലേ പ്രശ്നം? ചേച്ചിയെ പിടിച്ചോണ്ടോ ഇവര് വൈദേഹിയുടെ കാര്യം പറയാൻ പറയില്ലേ? ഇവര് പിടിച്ചോണ്ട് പോയാ നമ്മളങ്ങ് പറയുമെന്നാ. എന്തെങ്കിലും പണി ഒപ്പിച്ച് ഞാൻ ഇവിടുന്ന് മുങ്ങും. പിടിച്ചില്ല എന്നുള്ള രീതിയിൽ വേണം നിൽക്കാൻ. എന്നാലേ ഇവരെന്നെ കരുവാക്കി ജാനകിയെ പിടിക്കാൻ പറ്റുള്ളൂ പറഞ്ഞ് ഇവിടെ ഇരിക്കും. അല്ലെങ്കിൽ ഇവര് വൈദേഹിയെ പൂട്ടാൻ വേറെ പ്ലാൻ ഉണ്ടാക്കും. അത് വലിയ അപകടമാ. എലിക്കും മുള്ളിനും കേടില്ലാതെ അവിടെ വൈദേഹിക്കോ ഇവിടെ നമുക്കോ പ്രശ്നമില്ലാതെ വൈദേഹിയോട് സത്യം എങ്ങനെ പറയാന്നാ ഞാൻ ചിന്തിക്കുന്നത്. അതിനുത്തരം കിട്ടുന്ന അടുത്ത ക്ഷണം നമ്മൾ ഇവിടുന്ന് ചാടും. ഓക്കെ? ഞാൻ എപ്പോഴും ഓക്കെയാ ചേച്ചി. ചേച്ചി പറഞ്ഞാ മതി. കഴിക്ക്. മാളവികേ, ജാനകിയെ കുറിച്ചുള്ള എന്തോ തെളിവ് നിന്റെ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞേ? അത് ശരിക്കുള്ളതാണോ അത് വെറുതെ പറഞ്ഞതാണോ? ബിൽഡപ്പിന്റെ കാര്യത്തിൽ നീ ഒട്ടും പുറകോട്ടല്ലെന്ന് എനിക്കറിയാം. സത്യമാണ് ചേച്ചി. അതൊരു സ്ട്രോങ് സാക്ഷിയാ. അവരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാ എന്റെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും. എല്ലാവരും ചേർന്ന് ജാനകീനെ പുറത്താക്കിക്കോളും. എന്നാ പിന്നെ അതൊന്ന് പെട്ടെന്ന് ചെയ്തൂടെ മാളു? നാട്ടുകാരുടെ ചോദ്യം കൂടി തുടങ്ങിയപ്പോ തൊട്ട് അച്ഛൻ ആകെ ടെൻഷനില്ല. ഇപ്പൊ ആ ജാനകി ഫേക്ക് ആണെന്ന് പ്രൂവ് ചെയ്ത് പുറത്താക്കാൻ കഴിഞ്ഞെന്നിരിക്കട്ടെ, അച്ഛൻ 2 കൈ നീട്ടി നിന്നെ സ്വീകരിക്കും. എനിക്കറിയാം ചേച്ചി. അതുകൊണ്ട് ഞാൻ ഇന്നലെ മുതല് ജാനകിയെ പുറത്താക്കാനുള്ള എല്ലാ വഴിയും നോക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ? അത് നടക്കേണ്ട സമയമായപ്പോ ഞാൻ ബോധം കെട്ട് വീട് പോയില്ലേ. സാരമില്ല, പോട്ടെ. നീ എന്നോട് പറ, ആരാണ് നീ പറഞ്ഞ സാക്ഷി? എന്തെന്നാ? ഇവിടെ ആരും ഇല്ലല്ലോ ചേച്ചി. ആരും ഇല്ല മാളു, ധൈര്യമായിട്ട് സത്യം പറഞ്ഞോ. ഒന്നും വേണ്ട ചേച്ചി. ഭിത്തിക്ക് വരെ ചെവിയുണ്ടെന്നാ പറയാറ്. ഇന്നോ അല്ലെങ്കിൽ നാളെയോ പുറത്താക്കുന്നുണ്ട് എന്തായാലും ഞാൻ അവളെ. അപ്പൊ ചേച്ചി നേരിട്ട് കണ്ടാ മതി. എന്റെ കല്യാണം മുടക്കിയത് അവള്. അവളെ ഞാൻ ഇവിടുന്ന് പുറത്താക്കി ചന്തയില് പപ്പടം വിറ്റ് ജീവിപ്പിക്കും. ഇയാൾ എന്റെ അടുത്ത് സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാണല്ലോ. Mobile you're calling has been switched off. Please try later. ഇതെന്തു പറ്റി?
മാഗി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവള് വന്നാലല്ലേ ജാനകി എവിടുന്ന് പുറത്താക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു പപ്പടം കൊണ്ടുവന്ന് വെച്ചേ. നീ എപ്പോഴാ പപ്പടം ഉണ്ടാക്കാൻ തുടങ്ങിയേ? ഓ, ഇവിടുന്ന് പുറത്താവുമ്പോ എന്തെങ്കിലും ചെയ്ത് ജീവിക്കണ്ടേ അല്ലേ? അതിനുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ തുടങ്ങിയോ? ഊർമിളേച്ചിയോട് സംസാരിച്ചത് ഇവളെങ്ങാനും ഇനി കേട്ട് കാണോ? പപ്പടമൊക്കെ നന്നായിട്ടുണ്ട്. എങ്ങനെയാ വിൽക്കാൻ പോന്നേ? ഒന്ന് കാണിച്ചേ. മാറ്റ് മാറ്റ്. പപ്പടം വിറ്റ് ജീവിക്കേണ്ട ഗതികോട്ടൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. നീ അങ്ങനെ ചെയ്യാൻ പോകുന്നേ? ഇപ്പോ ഇന്ന് തന്നെ നിന്നെ എങ്ങനെ ഞാൻ പുറത്താക്കുന്നതെന്ന് നോക്കിക്കോ. എന്നെ കാണട്ടെ, ആരെ വേണമെങ്കിലും ഫോൺ ചെയ്ത് വരുത്ത. നിന്റെ ടൈം നല്ലതായതുകൊണ്ടാ ഇന്നലെ എനിക്ക് സുഖമില്ലാണ്ടായത്. അല്ലായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ നീ ഇവിടുന്ന് പോയേനെ. നീ ഇപ്പോ തെരുവില് പോയി പപ്പടം വിറ്റ് നടന്നേനെ. നീയും എന്നെ ഇവിടുന്ന് പുറത്തു പോകേണ്ടവളായിരുന്നു. നിന്റെ കുത്തിനി പിടിച്ച് പിഴിഞ്ഞെടുക്കേണ്ട സത്യങ്ങൾ കുറേയേറെയുണ്ട്. അതുകൊണ്ടാ തൽക്കാലം നിക്കട്ടെ എന്ന് കരുതി. ശരി, അമ്മാവന്റെ ആഘോഷം ഷഷ്ടിപൂർത്തിയാണോ? ഷഷ്ടിപൂർത്തി അത് നടക്കുന്നതിന് മുമ്പ് രണ്ടിലൊന്നറിയും. നീ ഇവിടുന്ന് പുറത്ത് പോയിരിക്കും. നോക്കിക്കോ, നമുക്ക് കാണാലോ. അവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ പിന്നെ പപ്പടം വിറ്റ് ജീവിക്കേണ്ട ഗതികേട് വരുമെന്ന് ജാനകിക്ക് എങ്ങനെ മനസ്സിലായേ? ഓർമ്മിള ചേച്ചി ഇനി എന്തെങ്കിലും പറഞ്ഞു കാണുമോ? അങ്ങനെയൊന്നും ചേച്ചി പറയില്ല. പിന്നെ ഇവളെങ്ങനെ ഇതൊക്കെ അറിഞ്ഞ്? എങ്ങനെ? ഹായ് ബേബി. ഹായ് മോം. ഈ മാഗി എവിടെ പോയി കിടക്കുക? അവൾ എന്റെ കൂടെ തന്നെ ഉണ്ട് ബേബി. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചപ്പോ അവളെ ഞാൻ മുങ്ങി കാണുമെന്ന് പേടിച്ചു. അവൾക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റുമോ ബേബി? അവളുടെ പുന്നാറ് അനിയത്തി എന്റെ കസ്റ്റഡിയിലല്ലേ. എന്താ ബേബി, ജാനകിയുടെ കാര്യത്തിൽ തീരുമാനമാക്കണോ? അത് ഞാൻ പറയാമേ. മാഗി വന്ന ജാനകിയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ബാക്കി പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? വേറെ എന്താ ബേബി പ്രശ്നം? ദേവന്റെ കൂടെ എന്റെ കല്യാണം നടക്കുന്നത് വരെ എല്ലാം പ്രശ്നങ്ങൾ തന്നെയാ. രാജഗുരുവിന്റെ അസുഖം ഭേദാവുന്നാ പറയുന്നത്. അയാളെങ്ങാനും വാ തുറന്നാ എന്നെ കുറിച്ചുള്ള സത്യങ്ങൾ മുഴുവൻ അയാൾ പറയും. അതുവരെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എന്റെ സംശയം. നാളെ ഇവിടെ അമ്മാവന്റെ ഷഷ്ടിപൂർത്തി നടത്തുക. ദേവൻ എന്തൊക്കെയോ ഒപ്പിച്ച് എന്നെ പുറത്താക്കാൻ എന്തോ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്ത്? നാളെ ദശരഥ രാമവർമ്മയുടെ ഷഷ്ടിപൂർത്തിയാണോ? അതെ അമ്മേ. അത് വലിയ കാര്യമൊന്നുമല്ലെങ്കിലും ഈ മാഗി ഇടയ്ക്ക് കയറി വന്ന് വൈദേഹി ദശരഥ രാമവർമ്മയുടെ അനന്തരവളാണെന്നെങ്ങാനും പറഞ്ഞ അവിടെ തീരും. ടെൻഷൻ കാരണം മനുഷ്യനിവിടെ മരിച്ചോണ്ടിരിക്കുക. അതിനിടയ്ക്ക് അമ്മയുടെ ഒരു ചോദ്യം. മാളവിക പറയുന്നതൊന്നും കേൾക്കാതെ ഫോൺ ഇവിടെ വെച്ച് ദേവേട്ടൻ ഇതെവിടെയാ പോയേ? പിന്നെ എന്തിനായിരുന്നു ഇങ്ങനൊരു സെറ്റപ്പ്? എന്താ ദേവേട്ട അത്? ഫോൺ ഇവിടെ ഇട്ടേച്ചു പോയോ? മാളവിക അവളുടെ അമ്മയോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതിനിപ്പോ എന്താ ജാനകി? ഒന്നും ഉണ്ടായിട്ടല്ല. ദേവേട്ടൻ എവിടെ പോയാലും ഈ ഫോണ് കയ്യിലുണ്ടാവണം.
ഇപ്പൊ അവൾ ആരോട് എന്ത് പറയുമെന്ന് നമുക്കൊന്നും നേരത്തെ പ്രവചിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അവൾ അവളുടെ അമ്മയോട് എന്താ സംസാരിച്ചെന്ന് ആർക്കറിയാം? പറയുമോ എന്താ ചെയ്യണ്ടേ? ഇതുവരെ നീ ചെയ്തതൊക്കെ ധാരാളം ബേബി. ഇനി ഞാൻ രംഗപ്രവേശനം നടത്താൻ പോവുക.